വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും ധാരാളമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർ അവർ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എന്നാലോ മനസ്സന്തോഷത്തോടുകൂടി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇവരുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യമുണ്ടായാൽ പിന്നെ ആ ചെയ്യുന്ന പ്രവൃത്തികളിൽ എത്ര തന്നെ നഷ്ടം വന്നാൽ പോലും വേഗത്തിൽ പിന്തിരിഞ്ഞു പോരുന്നവരാണ്. പൊതുവേ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ്. തൊഴിൽ മേഖലകളിലാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂല സ്ഥിതി മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിലെ പുതിയ ആശയങ്ങൾ തോന്നുകയും അതുമൂലം കർമ്മ മേഖലകളിലെ പരിവർത്തനങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായ നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത മെച്ചപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ 5ാം ഭാവനാഥനും വിദ്യാമാതല കാരകനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതും ജ്ഞാനകാരകനും സർവീശ്വരകാരകനുമായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന വിഷയങ്ങളിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്ന സമയമാണ്. മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർക്കാണെങ്കിലും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. മനസ്സന്തോഷത്തിനും ജീവിത പുരോഗതിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കൂടാതെ ധനസന്താനകാരകനും ലാഭാധിപനുമായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും ലാഭസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ്റെ അനുകൂല സ്ഥിതിയും മൂലം ധനപരമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂല സമയമാണ്. ഈ ഗുണാനുഭവങ്ങൾ മുഴുവനും കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സുഖസ്ഥാനമായിട്ടുള്ള 4ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ ടെൻഷൻ മൂലം പെട്ടെന്ന് വരുന്നതായ ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിക്കണം. ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും ഏറ്റവും കൂടുതൽ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. പൊതുവെ രോഹിണി നക്ഷത്രക്കാർ നക്ഷത്രദേവതയാകുന്ന ബ്രഹ്മാവിനെ ആരാധിക്കുന്നതും പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. എന്നാൽ ഈ ഫെബ്രുവരി മാസത്തിൽ ശിവക്ഷേത്രത്തിൽ രുദ്രധാര ചെയ്യുന്നതും ശംഖാഭിഷേകം ചെയ്യുന്നതും ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യും.